അപ്പോൾ ഗൈസ് അപ്പം ബാംഗ്ലൂരിലുള്ള ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസം. ഇന്ന് ഇതായിട്ടുണ്ട്. ആകാശ് വന്നിട്ട് ആകാശ് ഫ്രഷപ്പ് ആയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ പോവുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിനും കൂടിയിട്ട് പിന്നെ നേരെ നാട്ടിലേക്ക് ആയിരിക്കട്ടോ പോവാട്ടോ. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രാവിലെ ഫ്രണ്ട്സിനെ കണ്ടല്ലോ, അവരെല്ലാവരും വരാൻ ലേറ്റ് ആവും എന്തായാലും. അപ്പോൾ ഞാനും ആകാശം കൂടിയാണ് ഇന്നിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ കെ ആർ പുരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നേരെ എറണാകുളത്തേക്ക് ആട്ടോ ട്രെയിൻ വെച്ച് പിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണം കൂടാനാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തുമ്പോഴാണ് ഇത് നമ്മൾ ഫേവറേറ്റ് സ്ഥലമാട്ടോ. എയർപോർട്ടാണ്, കൊച്ചിൻ എയർപോർട്ടാണ്. കാരണം ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ കൊച്ചി എത്തി, നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ എത്തും. നമ്മൾ കുസാറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ആലുവായിരുന്നു ഇറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. പിന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ സത്യം പറയണം, എനിക്ക് പഴയ നൊസ്റ്റാൾജിയ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കാക്കനാടേക്കാട്ടോ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. കാക്കനാടേക്ക് കയറി ആ ബസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ലുലു ടവറിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നു. റൂം എന്ന് വെച്ചാൽ ആകാശിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമായിരുന്നു. അവിടെ നിന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അവർ പിന്നെ വർക്കിനും കാര്യത്തിനൊക്കെ പോയി. നമ്മൾ ഏർലി മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഏകദേശം 5 മണി സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ഫ്രഷൊക്കെ ആയിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു മോർണിംഗ് ആയ ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ റൂമിലാണ് നിന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ ലുലു സൈബർ ടവർ, അത് നല്ല അടിപൊളി ടവർ, 2 ടവർ, ട്വിൻ ടവർ ഉണ്ട്. അപ്പം അടിപൊളി ഫീലായിരുന്നു എനിക്ക് കാണാൻ. നമ്മൾ ഐടിയിലും കൂടി ആയതുകൊണ്ട് തന്നെ ഇത്രമാത്രം വലിയ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കോഴിക്കോട് ഇത്രമാത്രം ബിൽഡിങ്സ് ഒന്നുമില്ല. ബാംഗ്ലൂരുണ്ട്, പക്ഷേ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ. അവിടെ നേരെ നമ്മൾ കല്യാണത്തിനുള്ള പള്ളിയിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാക്കനാട് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ഞാൻ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ആദ്യമായിട്ടാട്ടോ ചെല്ലുന്നുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ പരിപാടിക്കൊക്കെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാട്ടോ. അർച്ചനയല്ലാത്ത ബാക്കിയെല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രം ടീംസാണ് കേട്ടോ. അപ്പം ട്വിങ്കിളും അവരൊക്കെ ട്രിവാൻഡ്രം ടീംസാണ്. അഞ്ചും ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പം ട്രിവാൻഡ്രം അത്ലറ്റിക്സ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അഞ്ജുവിനെ നമ്മൾ പ്രൊജക്റ്റിൽ വഴിയാണ് പരിചയപ്പെട്ട എല്ലാവരും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കയറാൻ പോകുന്ന കുറേ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നുണ്ടായിരുന്നത്. ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ നേരിട്ട് കല്യാണത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. വിളിക്കുമായിരിക്കും. വിളിക്കുകയാണെങ്കിൽ എന്തായാലും ഡെഫിനിറ്റ്ലി അവരുടെ കല്യാണത്തിന് പോയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നതാണ് കേട്ടോ. പിന്നെ ചർച്ചിലുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് റിസപ്ഷൻ പരിപാടിയിലായിരുന്നു കേട്ടോ. റിസപ്ഷൻ അപ്പോൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 4-5 പ്രാവശ്യം വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നാട്ടിലത്തെ ഫുഡ് കിട്ടിയപ്പോൾ എന്നാ തോന്നുന്നു നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടെന്ന്, ആകാശിൻ്റെ കുറച്ച് ഫോട്ടോ സെക്ഷനും നമ്മുടെ ചെക്കൻ നന്നായിട്ട് ഫോട്ടോ എടുക്കുക, സൂരജ് ഫോട്ടോ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുറച്ച് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാനേജർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ ആൾ, നീനയാണ്. നീന നമ്മുടെ ലീഡാണ്. അപ്പോൾ ലീഡ് വിളിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് നല്ല മടിയുള്ള കാര്യമാണ്. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമെങ്കിലും എനിക്ക് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ല, മാരേജുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് നമ്മളെന്നാൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാം കേട്ടോ. അപ്പം ഇത് സൂരജാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ലേറ്റ് ആവുമല്ലോ, എനിക്ക് ട്രെയിൻ നോക്കിയപ്പോൾ ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേജിലൊക്കെ കയറി ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അവരോട് ചോദിച്ചിട്ടാട്ടോ എടുത്തത്. ഞാൻ പറഞ്ഞു ഇതെന്നാ വീഡിയോ വരികയെന്നൊന്നും അറിയില്ല. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവളുടെ കല്യാണം ഏകദേശം ജാനിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇത് മാർച്ചിലാണ് ഇടുന്നത് കേട്ടോ. ഫുഡ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അഞ്ചു അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മളവിടുന്ന് ഫുഡും കഴിച്ച് ഞാൻ കുറേ സാലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നേരെ ഞാൻ പിന്നെ ബസ് കയറി പോകുന്നു കേട്ടോ. ട്രെയിൻ കിട്ടിയില്ല. എനിക്ക് പിന്നെ മോനെ കാണണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം. മോനെയും വൈഫിനെയും കാണണം. അവരവരുടെ വീട്ടിലായിരുന്നു. ഞാൻ അവരോട് നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പോരുവാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും. ഇത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ആലുവ കയറിയിട്ടാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബസ് നേരെ നമ്മളിവിടെ എത്തിയത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ണുതുറന്നപ്പോഴാണ് നമ്മൾ അടുത്ത നല്ല അടിപൊളി ടൗൺ എത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയല്ല, തൃശ്ശൂരാട്ടോ. തൃശ്ശൂർ ഞാൻ കുറച്ച് യുവൾട്ടീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാളെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ എനിക്ക് കൈൻഡ് ഓഫ് ഒരു ഹോം ടൗൺ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കോവിഡ് സമയത്തൊക്കെ ഞാൻ തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂർ സിറ്റിയുടെ മുക്കും മൂലയും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം അത്രത്തോളം അറിയില്ലെങ്കിലും ശക്തൻ സ്റ്റാൻഡ് മുതൽ ഉള്ള എല്ലാ സൈഡും, ഇപ്പോൾ നമ്മുടെ എല്ലാ ഷൊർണൂർ റോഡും അങ്ങനെയുള്ള എല്ലാ റോഡുകളും കാര്യങ്ങളും ഇട റോഡുകളും ഒക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ ഇവിടുന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസം ഞാൻ തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നിട്ട് വീട്ടിലേക്ക് പോയി വരികയായിരുന്നു ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെയായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഭയങ്കര ഫീലായിരുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രുതിയും കുറച്ച് കാലം തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. നമുക്കുണ്ടാവുമല്ലോ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ് നമ്മുടെ നാട്. അതേപോലെ തൃശ്ശൂർ ആസ് വെൽ ആസ് എറണാകുളം കേട്ടോ. അടിപൊളി പ്ലേസാണ്, നല്ല നാട്ടുകാരാണ്, നല്ല ഫുഡും കിട്ടും കേട്ടോ. ഫുഡ് കോഴിക്കോടിൻ്റെ അത്രയില്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റാണ്, നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തൃശ്ശൂരാണെങ്കിൽ. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശോഭ സിറ്റിൻ്റെ മുന്നിൽ എന്തോ വലിയൊരു പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ബസ് റൈഡും കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. ഇത് ഞാൻ വേറെ കാര്യം പറഞ്ഞത്, തൃശ്ശൂരേക്കുള്ള ബസ്സാട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നേരിട്ടുള്ള ബസ് ജസ്റ്റ് മിസ്സായി പോയി. അപ്പോൾ തൃശ്ശൂരിനെ പിന്നെ മാറി കയറുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്കൊരു സൂപ്പർ ഫാസ്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു കുറച്ചുകൂടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആലുവയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ. അത്യാവശ്യം റോഡും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ചെറിയ ചെറിയ 2, 3 പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. നമ്മളെ ഷോർട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോപ്പർ എറണാകുളം ട്രിപ്പിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് കാറിൽ പോയതാണ്. റീസെൻ്റ്ലി പോയതാണ്. കഴിഞ്ഞ സാറ്റർഡേ, അതായത് മാർച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് ഇതിലേക്ക് നോക്കാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പ്രശ്നം കേട്ടോ ചെയ്യുമ്പോൾ. അതുതന്നെയാണ്, വേറെ കാര്യമൊന്നും പറയാനില്ല. വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര മനസ്സിന് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 3 മാസമായിട്ട് എനിക്ക് കാര്യപ്പെട്ട വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വർക്കിൽ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർക്കിൽ സ്ട്രെസ്സല്ല, ഞാൻ വർക്ക് വിചാരിച്ച പോലെ എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണല്ലോ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പം വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലേ എനിക്കൊരു റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി, ഓട്ടോ കയറി ഇപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് എത്തി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ജേർണി ആയിരുന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഫസ്റ്റ് തന്നെ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം, ഇൻഫോർമേറ്റീവ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് വരാം കേട്ടോ. നമുക്ക് 2 ചാനലുണ്ട്. 2 ചാനലും പറ്റാണ് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാണിച്ചെന്നാൽ എനിക്ക് നന്നായിട്ട് നല്ല നല്ല വീഡിയോ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.